وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സൂറത്തുൽ ബഖറയിലെ 90-ാമത്തെ ആയത്താണ് ഇന്നലെ നാം പൂർത്തിയാക്കിയത്. 91-ാമത്തെ ആയത്ത്, 91, 92 ആയത്തുകൾ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 300-ാമത്തെ ആയത്ത്, അതിന്റെ വ്യാഖ്യാനം അതുകൂടി നമുക്ക് പഠിക്കുവാനുണ്ട്. അതിലടങ്ങിയ ഈ ആയത്തിന്റെ വ്യാഖ്യാനം മഹാനായ മുഹമ്മദ് അമാനി മൗലവി നൽകിയ വ്യാഖ്യാനം നമ്മളൊന്ന് കേൾക്കുക. أعوذ بالله من الشيطان الرجيم. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. യാതൊന്നിന് പകരം അവർ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞുപോകും. അത് വളരെ ചീത്തയായി. അതായത് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവർ അവിശ്വസിക്കുന്നത്. അതെ, അള്ളാഹു തന്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുക്കുന്നതിനാലുള്ള അസൂയ കൊണ്ട്. അങ്ങനെ അവർ കോപത്തിനുമേൽ കോപവുമായി മടങ്ങി. അവിശ്വാസികൾക്ക് നിന്ദ്യമായ ശിക്ഷയുമുണ്ട്. താൽക്കാലികമായ ദേഹേച്ഛകളും സ്വാർത്ഥ താൽപര്യങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടിയാണവർ ഖുർആനിൽ വിശ്വസിക്കാതെ അതിനെ നിഷേധിക്കുന്നത്. അതാകട്ടെ അവരുടെ ഭാവിയെ എന്നേക്കും നഷ്ടപ്പെടുത്തുന്നതുമാണ്. അപ്പോൾ അവിശ്വാസമാകുന്ന വില വാങ്ങിക്കൊണ്ട് തങ്ങളെ തന്നെ വിറ്റു നശിപ്പിക്കുകയാണവർ ചെയ്യുന്നത്. ക്രയവിക്രയങ്ങളിൽ വിൽക്കപ്പെടുന്ന വസ്തുവേക്കാൾ പ്രിയങ്കരമായത് അതിന് പകരം ലഭിക്കുന്ന വിലയായിരിക്കുമല്ലോ. ഇവിടെ നേരെ മറിച്ചാണുള്ളത്. വിറ്റ് നശിപ്പിച്ചത് ശാശ്വതമായ ഭാവി വിജയവും പകരം കിട്ടിയത് ശാശ്വതമായ ശിക്ഷയുമാകുന്നു. അപ്പോൾ ഇതിനേക്കാൾ ബുദ്ധിഹീനമായ ഇടപാട് മറ്റെന്താണ്? അവരുടെ നിഷേധത്തിന് കാരണം തങ്ങളുടെ വർഗത്തിൽപ്പെടാത്ത ഒരാൾക്ക് പ്രവാചകത്വം ലഭിച്ചതിലുള്ള അസൂയയാണല്ലോ. എന്നാൽ പ്രവാചകത്വമാകട്ടെ ഏതെങ്കിലും വിഭാഗത്തിന്റെ കുത്തകാവകാശമോ വല്ല യോഗ്യത കൊണ്ടും സിദ്ധിക്കുന്നതോ അല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്ന അനുഗ്രഹം മാത്രമാണത്. അങ്ങനെ പല നിലക്കും അള്ളാഹുവിന്റെ കോപത്തിനും മുമ്പേ വിധേയരായ അവർ ഖുർആനിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുമുള്ള അവിശ്വാസം നിമിത്തം വീണ്ടും അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായിരിക്കുകയാണ്. ഇതാണ് ആ ക്രയവിക്രയം കൊണ്ട് അവർക്ക് കിട്ടിയ നേട്ടം. അപ്പോൾ ഇവിടെ യഹൂദ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും
അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിനെയും കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകളാകുന്നു. പക്ഷെ അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കിയ ആളുകൾ അവർക്ക് ലഭിച്ച ആ സൗഭാഗ്യത്തെ, ആ അറിവിനെ, അതിനെ നശിപ്പിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കി അല്ലെങ്കിൽ വിറ്റുകളഞ്ഞ് പകരം വിലക്ക് വാങ്ങിയതോ കേവലം ഈ ദുനിയാവിലുള്ള ചില താല്പര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ശാശ്വതമായ വിജയത്തിന് പകരം അവർ സ്വീകരിച്ചത് ഇവിടെയുള്ള നശ്വരമായ അല്ലെങ്കിൽ നൈമിഷികമായ ചില സുഖങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം പ്രയോഗിച്ച പ്രയോഗം തന്നെ ബിഅ്സമഷ്തറൗ ബിഹി അൻഫുസഹും, യാതൊന്നിനു പകരം അവർ തങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞുവോ അത് വളരെ ചീത്തയായി പോയി. കാരണം വിറ്റ് കളഞ്ഞിട്ട് അവർക്ക് പകരം ലഭിച്ചതോ വളരെ തുച്ഛമായ ചില ലാഭങ്ങൾ മാത്രം. അപ്പോൾ അവർ വിറ്റ് നശിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സ്വത്ത് എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യാനുള്ള അവരുടെ കാരണം സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട ആൾ പ്രവാചകനായി വന്നില്ല, അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു വിഭാഗത്തിൽ നിന്ന് അല്ലാഹു ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തു. ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഇതിനുള്ള കാരണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെയാണ് അവൻ പ്രവാചകനായി തെരഞ്ഞെടുക്കുന്നത്. അവനറിയാം പ്രവാചകത്വം എവിടെയാണ്, ആർക്കാണ് ലഭിക്കേണ്ടത് എന്നത് അവൻ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടത് മാത്രമാണ്. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹു, അല്ലാഹുവിനറിയാം എവിടെയാണ് റിസാലത്ത്, പ്രവാചകത്വം ഏൽപ്പിക്കേണ്ടത്, എവിടെയാണ്, ആർക്കാണത് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ തീരുമാനം അത് അനിഷ്ടകരമായി കാണുവാൻ വിശ്വാസികളായ ആളുകൾക്ക് തീരെ സാധ്യമല്ല, പാടുള്ളതല്ല. അതുകൊണ്ടാണ് ആര് തന്നെ നിങ്ങൾക്ക് പ്രവാചകനായി വന്നാലും അവരെ നിങ്ങൾ അനുസരിക്കണം. അല്ലാഹു വ അത്തിഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. ആരാണോ അള്ളാഹു നിയോഗിക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, അത് പ്രവാചകന്മാരെ സംബന്ധിച്ച് മാത്രമല്ല, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവര് നിങ്ങളുടെ കണ്ണുകളിൽ വളരെ മോശക്കാരും അല്ലെങ്കിൽ നിന്ദ്യരും ദുർബലരുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവരെ നിങ്ങൾ അനുസരിക്കുക എന്നത് നിങ്ങൾക്ക് നിർബന്ധമാകുന്നു. അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽപ്പെട്ട കാര്യങ്ങളാകുന്നു. ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് നേതാവായി വരുന്നത് ഹബശിയായ ഒരു നീഗ്രോ അടിമയാണെങ്കിൽ പോലും അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ആളുകളുടെ വർണ്ണമോ അല്ലെങ്കിൽ അവരുടെ ഭാഷയോ അതല്ലെങ്കിൽ അവരുടെ ദേശമോ അവരുടെ കുടുംബമോ ഇതൊന്നുമല്ല പ്രസക്തമാകുന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് പ്രവാചകത്വം നൽകുന്നുവോ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ പ്രവാചകന്മാരായി തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, അയ്യുനസ്സില അല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ഫബാഉ ബിഗളബിൻ അലാ ഗളബിൻ. അങ്ങനെ അവർ കോപത്തിന് മേൽ കോപവുമായി മടങ്ങി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവരുടെ കോപം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഖുൽ മൂതു ബിഗൈദികും,
നിങ്ങളുടെ കോപം കൊണ്ട് നിങ്ങൾ മരിച്ചു പോവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹുവിന്റെ തീരുമാനം അതെന്താകുന്നുവോ അതിനെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുക, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക. നമുക്ക് ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങൾ ആണെന്ന് തോന്നിയാൽ പോലും ആ തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിക്കുവാനുള്ള മനസ്സാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ യാതൊരു വ്യത്യാസവും നമ്മൾ കൽപ്പിക്കുന്നില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെയായിരിക്കണം വിശ്വാസികൾ. പക്ഷേ ഇവിടെ ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടേതല്ലാത്ത വിഭാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ അറബികളിൽ നിന്ന്, മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് ഒരു പ്രവാചകൻ കടന്നു വന്നപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഫബാഉ ബിഗളബിൻ അലാ ഗളബിൻ, അവർ കോപത്തിനുമേൽ കോപവുമായി മടങ്ങുകയാണ് ചെയ്യുന്നത്. വലിൽ കാഫിരീന അദാബും മുഹീൻ, യഥാർത്ഥത്തിൽ അവിശ്വാസികൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു അറിയിക്കുന്നത്. ഇങ്ങനെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന, വിശ്വാസകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായും തൊട്ടറിഞ്ഞിട്ടും ആ അറിവിനെ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് അവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾക്ക് അവർക്ക് തീർച്ചയായും നിന്ദ്യമായ ശിക്ഷയാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇഷ്തറു എന്ന ക്രിയക്കാണ് അവർ വിറ്റു എന്ന് വിവർത്തനം നൽകിയത്. അവർ വാങ്ങിയെന്നും അതിന് വിവർത്തനം നൽകാം. ഈ അർത്ഥത്തിലാണ് ആ വാക്ക് അധികം ഉപയോഗവും. ക്രയവിക്രയത്തിൽ ഇരുഭാഗത്തു നിന്നും സാധനം കൈമാറുമ്പോൾ അതിൽ വിലയായി ഗണിക്കപ്പെടുന്ന സാധനം ആർ കൈപ്പറ്റുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം ആ ഇടപാടിന് വിൽപ്പന എന്നും, മറ്റേ സാധനം കൈപ്പറ്റുന്നവനെ സംബന്ധിച്ചിടത്തോളം അതിന് വാങ്ങുക എന്നും പറയുന്നു എന്ന് മാത്രം. അതിനാൽ ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു കൈമാറുക എന്ന നിലയ്ക്ക് വിൽപ്പനയിലും വാങ്ങലിലും അത് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വാങ്ങുക എന്ന് തന്നെ അതിന് അർത്ഥം കൽപ്പിച്ചാലും അങ്ങനെ അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സാരം ഏതാണ്ട് മേൽ വിവരിച്ചതുപോലെ തന്നെയായിരിക്കും കലാശിക്കുക. ഇതാണ് മുഹമ്മദ് അമാനി മൗലവി നൽകിയ വിശദീകരണമായി നമ്മൾ കാണേണ്ടത്. ഇനി 91-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين
وَلَقَدْ جَاءَكُمْ مُوسَى بِالْبَيِّنَاتِ ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. وَإِذَا قِيلَ لَهُمْ അവരോട് പറയപ്പെട്ടാൽ ആമിനു വിശ്വസിക്കുവിൻ ബിമാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചതിൽ ഖാലു അവർ പറയുകയായി നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു ബിമാ ഉൻസില ഇറക്കപ്പെട്ടതിൽ അലൈനാ ഞങ്ങൾക്ക് വയക്ഫുറൂന അവർ അവിശ്വസിക്കുകയും ചെയ്യും ബിമാ വറാഅഹു അതിനപ്പുറമുള്ളതിൽ വഹുവൽ ഹഖ് അതാകട്ടെ യഥാർത്ഥമാണ് മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ട് ലിമാ യാതൊന്നിനെ മഅഹും അവരുടെ കൂടെയുള്ളത് മുസദ്ദിഖൻ ലിമാ മഅഹും അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് ഖുൽ പറയുക ഫലിമ എന്നാൽ എന്തിന് തഖ്തുലൂന നിങ്ങൾ കൊല്ലുന്നു അംബിയാ അല്ലാഹി അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ മിൻ ഖബ്ൽ മുമ്പ് ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ മുഅ്മിനീൻ വിശ്വാസികൾ വലഖദ് ജാഅക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിൽ ബയ്യിനാതി വ്യക്തമായ തെളിവുകൾ കൊണ്ട് സുമ്മത്തഖത്തും പിന്നെ നിങ്ങൾ ഉണ്ടാക്കി സ്വീകരിച്ചു ഏർപ്പെടുത്തി അൽ ഇജ്ല പശുക്കുട്ടിയെ മിൻ ബഅദിഹി അതിനുശേഷം വഅൻതും നിങ്ങളായിക്കൊണ്ട് ളാലിമൂൻ അക്രമികൾ വഇദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹു അവരോട് അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ ഖാലു അവർ പറയും നുഅ്മിനു ബിമാ ഉൻസില അലൈനാ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വയക്ഫുറൂന ബിമാ വറാഅഹു അതിനപ്പുറമുള്ളതിൽ അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നു വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും അതാവട്ടെ അവരുടെ കൂടെയുള്ളതിനെ ശരിവച്ച് സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ൽ ഇൻ കുൻതും മുഅ്മിനീൻ നബിയെ പറയുക എന്നാൽ നിങ്ങൾ എന്തിനാണ് മുമ്പ് അല്ലാഹുവിന്റെ ദൂതന്മാരെ കൊലപ്പെടുത്തിയിരുന്നത് ഇൻ കുൻതും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വലഖദ് ജാഅക്കും മൂസാ ബിൽ ബയ്യിനാതി മൂസ നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരികയുണ്ടായല്ലോ സുമ്മത്തഖത്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ പിന്നെ അതിനുശേഷം നിങ്ങൾ അക്രമികളായും കൊണ്ട് പശുക്കുട്ടിയെ നിങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചു
അപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ ഇപ്പോൾ വിശദീകരിച്ച ആയത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ആയത്തുകളുമുള്ളത്. إذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه. ഇതുകൂടി ശ്രദ്ധിക്കുക. അതിലടങ്ങിയ പാരായണ നിയമങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. وَإِذَا قِيلَ لَهُمْ آمِنُوا بِمَا أَنزَلَ اللَّهُ قَالُوا وَإِذَا قِيلَ لَهُمْ ذَلِ ഓതുമ്പോൾ ശ്രദ്ധിക്കുക. وَإِذَا قِيلَ لَهُمْ قِيلَ قاف وَإِذَا قِيلَ لَهُمْ آمنوا بما أنزل الله ഇവിടെ ബിമാ അല്പം നീട്ടണം, മദ് മുൻഫസിലാണ്. ബിമാ അൻസലല്ലാഹു, അതുപോലെ ബിമാ അൻസല മണിക്കണം, ഇഖ്ഫാ ആണ്, മറച്ച് മണിച്ചോദനം. ബിമാ അൻസലല്ലാഹു ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ വീണ്ടും മദ് മുൻഫസിലും അതിനെ തുടർന്ന് ഇഖ്ഫാഉം കടന്നു വരുന്നു. ഖാലൂ നുഅ്മിനു, അവിടെയുള്ള ഹംസ ശ്രദ്ധിക്കണം. ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ ويكفرون بما وراءه അവിടെ മദ് മുത്തസിലാണ്, വറാഅഹു എന്നത്. അതുപോലെ ബിമ എന്നത് അധികം ദീർഘിപ്പിക്കാൻ പാടില്ല, സാധാരണ മദ്ദാണ്. ബിമ വയക്ഫുറൂന ബിമ എന്ന് ദീർഘിപ്പിക്കരുത്. വയക്ഫുറൂന ബിമ വറാഅഹു وهو الحق مصدقا لما معهم وهو الحق مصدقا لما معهم മുസദ്ദിഖൻ തൻവീനാണ്, അതിനുശേഷം ലാമാണ്. അവിടെ ഇദ്ഗാം ചെയ്യുക, ഗുന്നത്തില്ലാതെ, മണിക്കാൻ പാടുള്ളതല്ല. مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين قل قاف صديقنا قل قاف قل فلم تقتلون تقتلون ഖാഫിന് സുക്കൂന് വരുമ്പോൾ അത് ശ്രദ്ധിക്കുക, കൽഖലത്തിന്റെ അക്ഷരമായതുകൊണ്ട്. ഖുൽ ഫലിമ തഖ്തുലൂന എന്നല്ല, തഖ്തുലൂന. ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി
അംബിയാ അല്ലാഹി സുകുനാനൂന് ശേഷം ബ ആണ്. അവിടെ ഇഖ്ലാബിന്റെ നിയമമാണ് അല്ലെ. അംബിയാ അല്ലാഹി, അതുപോലെ അവിടെ അംബിയാ എന്ന് പറയുമ്പോൾ അത് മദ് മുത്തസിലുണ്ട്, നന്നായി ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. قل فلم تقتلون أنبياء الله من قبل إخفاء من قبل إن كنتم من قبل إن كنتم അവിടൊക്കെ ഇൻ എന്ന് പറയുന്നിടത്തും പിന്നെ വീണ്ടും കുൻ എന്ന് പറയുന്നിടത്തൊക്കെ ഇഖ്ഫാഇന്റെ നിയമമാണ്. അവിടെ മണിച്ചോദനം മണിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നൂനിനെ ഒളിവാവാൻ പാടുള്ളതല്ല. മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ. സുക്കൂന മീമിന് ശേഷം മീമാണ്, അവിടെ ഇദ്ഗാമാണ്, ഇദ്ഗാം മിസ്ലൈൻ അല്ലേ. അപ്പോ അവിടെ എങ്ങനെയായിരിക്കണം? ഇൻ കുൻതും മുഅ്മിനീൻ. അത് വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ മദ് ആരിദോടുകൂടി വഖഫ് ചെയ്യുക. മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ. വലഖദ് ജാഅകും മൂസാ ബിൽബയ്യിനാതി ثم اتخذتم العجل من بعده وأنتم ظالمون. ولقد ദാലിന് സുക്കൂനാണ്, ഖൽഖലത്തിന്റെ അക്ഷരാണ്. അപ്പോ വലഖദ് എന്ന് ഓതിയാൽ പോരാ, വലഖദ് ജാഅകും, ജാഅ മദ് മുത്തസിലാണ്, ദീർഘിച്ച് പാരായണം ചെയ്യണം. വലഖദ് ജാഅകും മൂസ, അവിടെ ജാഅകും മൂസ ഇദ്ഗാമാണ്, ഇദ്ഗാം മിസ്ലൈൻ അല്ലേ. ولقد جاءكم موسى بالبينات ثم اتخذتم العجل എന്താണ്? ثم اتخذتم, ദാലിന് സുക്കൂനാണ്, അതിനുശേഷം ത ആണ്. ദാലിന് സുക്കൂനാണ്, അതിനുശേഷം ത ആണ്. അത് ഓതുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഓതുക? وَلَقَدْ جَاءَكُمْ مُوسَى بِالْبَيِّنَاتِ ثُمَّ اتَّخَذْتُمُ الْعِجْلَ ثُمَّ اتَّخَذْتُمُ الْعِجْلَ. ദാലിനെ നമ്മൾ ശ്രദ്ധിക്കണം, ദാലിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. അതിനുശേഷം വരുന്നത് ത ആണ്. ثم اتخذتم العجل من بعده സുക്കൂനായ നൂന് ശേഷം ബ എന്ന അക്ഷരമാണ്. അവിടെ ഇഖ്ലാബിന്റെ നിയമമാണ്. മിൻ ബഅദിഹി വഅൻതും മിൻ ബഅദിഹി എന്ന് പറഞ്ഞ് അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് ദീർഘിപ്പിക്കുകയില്ല. ഇല്ലെങ്കിൽ മിൻ
بعده وأنتم ظالمون وأنتم ظالمون ഇവിടെ ഇഖ്ഫാന്റെ നിയമം അല്ലേ വഅൻതും പിന്നെ സുകുനായ മീമാണ് ആ മീമിന് ശേഷം ള ആണ് അവിടെ മണിക്കാൻ പാടുള്ളതല്ല കൃത്യമായും ഇദ്ഹാറാണ് അവിടെ വ്യക്തമാക്കി ഓതണം വഅൻതും ളാലിമൂൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക وَإِذَا قِيلَ لَهُمْ آمِنُوا بِمَا أَنزَلَ اللَّهُ قَالُوا نُؤْمِنُ بِمَا أُنزِلَ عَلَيْنَا وَيَكْفُرُونَ بِمَا وَرَاءَهُ وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون العجل എന്ന് പറയുന്നിടത്തും അവിടെ കൽക്കലത്തിന്റെ അക്ഷരമുണ്ട് ശ്രദ്ധിക്കണം ثم اتخذتم العجل എന്നല്ല العجل عجل ثم اتخذتم العجل من بعده وأنتم ظالمون അവരോട് അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അതിനപ്പുറമുള്ളതിൽ അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നു അതാവട്ടെ അവരുടെ കൂടെയുള്ളതിനെ ശരിവച്ച് സത്യമാക്കിക്കൊണ്ടുള്ള യാഥാർത്ഥ്യമാണ് താനും നബിയെ പറയുക എന്നാൽ നിങ്ങൾ എന്തിനാണ് മുമ്പ് അള്ളാഹുവിന്റെ നബിമാരെ കൊലപ്പെടുത്തിയിരുന്നത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ മൂസ നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരികയുണ്ടായല്ലോ പിന്നെ അതിനുശേഷം നിങ്ങൾ അക്രമികളായും കൊണ്ട് പശുക്കുട്ടിയെ നിങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചു ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളിൽ അടങ്ങിയ വ്യാകരണ നിയമങ്ങളും വ്യാഖ്യാനവുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ പഠിക്കുകയും അത് അതിൻ്റെതായ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന അതനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് ഉള്ള താല്പര്യം അത് ഒരു കാലഘട്ടത്തിലും നശിക്കാതെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി തിരുമാറാവട്ടെ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹിക്കുന്ന ഇവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.